നമസ്കാരം. നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ആ ചൊല്ല് എത്രമാത്രം അർത്ഥവത്താണെന്ന് തോന്നിപ്പോകുന്നത് ഈ റിപ്പോർട്ടർ ചാനൽ കാണുമ്പോഴാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരെ നമുക്കറിയാം. മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ ബ്രദേഴ്സ്, പ്രധാനി ആൻഡോ അഗസ്റ്റിൻ. ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്നും മുട്ടിൽ മരമുറി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് പോലീസ് ബസ്സിൽ ഈ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അഴികളിൽ പിടിച്ച് മാധ്യമപ്രവർത്തകരോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന, കരയുന്ന ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിൻ്റെ ദൃശ്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എത്രയോ നുണവാർത്തകൾ ഇവർ പ്രചരിപ്പിച്ചു. ഇവരുടെ വാർത്തകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ അറിയാം ഇവരെ കേരളത്തിലെ പൊതുസമൂഹം എത്രമാത്രം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുൻപ് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് റിപ്പോർട്ടർ ചാനൽ മേധാവിയായ ആൻഡോ അഗസ്റ്റിൻ പ്രഖ്യാപിച്ചിരുന്നു. അതിനുവേണ്ടി 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ക്ലബിന് കൈമാറി എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ മെസ്സി വന്നില്ല. ഈ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ക്ലബിന് കൈമാറി എന്ന് തുറന്നു സമ്മതിച്ചത് ആൻഡോ അഗസ്റ്റിനാണ്. അത് ആൻഡോ അഗസ്റ്റിന് തന്നെ പണിയായി. ഇപ്പോൾ കാഞ്ഞങ്ങാട് GST കാര്യാലയത്തിൽ നിന്ന് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 126 കോടി രൂപ കൊടുത്തതിൻ്റെ GST ആയി 22,68,00,000 രൂപ GST ആയി അടയ്ക്കണമെന്നാണ് ഇവർക്ക് സമൻസ് അയച്ചത്. ഈ സമൻസ് കൈപ്പറ്റിയ ആൻഡോ അഗസ്റ്റിൻ കാഞ്ഞങ്ങാട് GST കാര്യാലയത്തിൽ ഹാജരായി. അയാൾ അവിടെ പറഞ്ഞത് മെസ്സി വന്നിട്ടില്ല, അതുകൊണ്ട് ഈ GST അടയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് ഇയാൾ മൊഴി കൊടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത. അതായത് ഒരു പച്ചക്കള്ളം പറഞ്ഞതിൻ്റെ പ്രത്യാഘാതം അവരിപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 126 കോടി രൂപ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മെസ്സിയെ കൊണ്ടുവരാനായി അർജന്റീന ഫുട്ബോൾ ക്ലബിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു രേഖകളുമില്ല. അതുമാത്രമല്ല, ഈ തുക കൈപ്പറ്റിയതിന് ഒരു രേഖകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു കേന്ദ്ര അന്വേഷണം ഉൾപ്പെടെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ N പ്രശാന്ത് കായിക മന്ത്രി ജനീഷിന് കൊടുത്തിട്ടുള്ളത്. 22,68,00,000 രൂപ സേവന നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കാഞ്ഞങ്ങാട് GST കാര്യാലയത്തിൽ നിന്ന് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിന് സമൻസ് അയച്ചിരുന്നു. വിദേശ അക്കൗണ്ടിലേക്ക് പണം അയച്ചതുകൊണ്ട് റിവേഴ്സ് ചാർജ് വിഭാഗത്തിൽപ്പെടുത്തിയാണ് സേവന നികുതി അടയ്ക്കാൻ GST വകുപ്പ് ആവശ്യപ്പെട്ടത്. മെസ്സി കേരളത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ട് സേവന നികുതി അടയ്ക്കേണ്ട ബാധ്യതയില്ല. ഇങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിൻ GST വകുപ്പ് അധികൃതർക്ക് നൽകിയ മൊഴി എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ പണം കൈമാറിയ സ്ഥിതിക്ക് GST തുക ഒഴിവാകില്ലെന്നാണ് GST ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാരാണ് മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ ശ്രമം നടത്തിയത്. മെസ്സി എന്തായാലും കേരളത്തിലെത്തുമെന്ന് 1ലേറെ തവണ അന്നത്തെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ മെസ്സി വന്നില്ല. അതിനിടയിലാണ് കാഞ്ഞങ്ങാട്ട് GST ഇന്റലിജൻസ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയത്. GSTയുടെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ കേരളത്തിലെ ഏത് യൂണിറ്റിനും പരിധിയില്ലാതെ പ്രാഥമിക പരിശോധന നടത്താനും തുടർ നടപടികൾ എടുക്കാനുമുള്ള അനുവാദമുണ്ട്. കാഞ്ഞങ്ങാട്ടെ ഒരു ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ പണം കൈമാറിയതായി ബോധ്യപ്പെടുകയും സേവന നികുതി അടച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആദ്യം നോട്ടീസും പിന്നീട് സമൻസും അയക്കുകയായിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിൽ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. ഇതോടെ ഫയല് ചുവപ്പ് നടയിലായി. UDF സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് ആ ഫയൽ വീണ്ടും തുറന്നതും മൊഴിയെടുത്തതും സമൻസ് അയച്ചതും ഒക്കെ. നോക്കൂ, കേരള സമൂഹത്തോടൊന്നാകെ ഈ ആൻഡോ അഗസ്റ്റിനും അന്നത്തെ കായിക വകുപ്പ് മന്ത്രിയായിരുന്ന V അബ്ദുറഹ്മാനും പച്ചക്കള്ളമാണ് പറഞ്ഞത്. V അബ്ദുറഹ്മാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞു മെസ്സി കേരളത്തിൽ വരും, മെസ്സി വരുമെന്ന്. അത് ജനങ്ങളെ ആകെ കബളിപ്പിക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാമായിരുന്നു മെസ്സി വരില്ല, മെസ്സിയെ കൊണ്ടുവരാനായിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവർക്കെല്ലാം അറിയാമായിരുന്നു. ആൻഡോ അഗസ്റ്റിനും അത് അറിയാമായിരുന്നു. ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് 126 കോടി രൂപ ഈ അർജന്റീന ഫുട്ബോൾ ക്ലബിന് കൊടുത്തെന്നാണ്. എന്തൊരു പച്ചക്കള്ളമാണെന്ന് നോക്കൂ. അങ്ങനെയുള്ള ഒരു പെരും നുണയനാണ് ഇവിടെ ഒരു മാധ്യമം നടത്തുന്നത്, ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നത്. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഇവന്മാർ ഓരോ ദിവസവും പടച്ചുവിടുന്നത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി വഴി പണം കൈമാറ്റം നടത്താനാണ് സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി തേടിയത്. ഈ ഏജൻസി US-ൽ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം നേരിടുന്നവരാണെന്നാണ് ഇപ്പോൾ N പ്രശാന്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വിദേശത്തേക്ക് പണം അയക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി നേടിയെടുത്ത സ്പോൺസർ പിന്നീട് പണം കൈമാറിയതിൻ്റെ രേഖകളൊന്നും സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടില്ല. അർജന്റീന ടീമിൻ്റെ സന്ദർശനം നീണ്ടതോടെ കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് LDF സർക്കാർ 2 തവണ നോട്ടീസ് അയച്ചിരുന്നു.
അതേസമയം അർജന്റീന ടീമിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പൊന്നും കിട്ടാത്തത് കൊണ്ടാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുന്നതായി കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയതും പണം കൈമാറാൻ അനുമതി നേടിയെടുത്തതും. അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അദ്ദേഹം 2024 സെപ്റ്റംബറിൽ അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥും ഡയറക്ടർ പി വിഷ്ണുരാജുമാർ ഇവരോടൊപ്പം ഒരാഴ്ചയോളം സ്പെയിനിൽ പര്യടനം നടത്തി. എന്നാൽ അർജന്റീന ഫുട്ബോൾ ക്ലബിനെ ക്ഷണിച്ചതിൻ്റെ യാതൊരു രേഖകളും സർക്കാരിൻ്റെ കൈവശമില്ല. അപ്പോൾ ആരുമായിട്ടാണ് ഈ വി അബ്ദുറഹ്മാൻ സ്പെയിനിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായവും നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ട് ആർട്ട് ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് 2023 ജൂലൈയിൽ സർക്കാരിന് ആദ്യമായി കത്തയച്ചത്. അതിന് 20 ദിവസം മുമ്പ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്ന് വ്യക്തമായിട്ടുണ്ട്. 1 ലക്ഷം രൂപ മാത്രമായിരുന്നു അതിൻ്റെ അന്നത്തെ മൂലധനം എന്ന് അത് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് ആദ്യത്തെ സ്ഥാപനത്തിനെന്നും റിപ്പോർട്ടറുണ്ട്. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് ആദ്യത്തെ കമ്പനിക്കും എന്നുള്ളത് ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ കള്ളം കാണിച്ചതും കബളിപ്പിച്ചതും ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ ഒന്നാകെ വഞ്ചിച്ചതും ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഈ മരം കൊള്ളക്കേസിലെ പ്രതിയാണ്. ഇവരൊക്കെ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്? കേരള സമൂഹത്തെ ഒന്നാകെ കബളിപ്പിക്കുകയായിരുന്നു ഈ അബ്ദുറഹ്മാനും ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരും ചേർന്ന്. ഈ കായിക മന്ത്രി അബ്ദുറഹ്മാൻ ഒരാഴ്ചയോളം സ്പെയിനിൽ പോയല്ലോ. എന്തിനാണ് അദ്ദേഹം പോയത്? അദ്ദേഹം പോലും പറഞ്ഞത് മെസ്സി വരും എന്നുള്ളതാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാനേ നമുക്ക് വിധിയുള്ളൂ. കാരണം ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയില്ല. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ഇവർക്ക് പിടിപാടും സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടിൽ മരമുറി കേസ് നോക്കൂ, സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള കാട്ടുതടികളാണ് വെട്ടിവിറ്റത് ഈ കാട്ടുകള്ളന്മാർ. അവർ ജയിലിൽ നിന്ന് റിമാൻഡ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം റിപ്പോർട്ടർ ചാനൽ വാങ്ങുന്നു, സമൂഹത്തിൽ വലിയ മാന്യന്മാരായി ചമഞ്ഞ് റീൽസ് ഇടുന്നു, ഇവിടെ അവരുടെ റീച്ചിന് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്നു. ഇത്രയധികം നുണ പറയുന്ന ഒരു ചാനൽ ഇപ്പം ജനൻ TV, അവർ BJPയോട് അനുഭാവമുള്ള ചാനലാണ്, BJP ചാനലാണ്. കൈരളി TV അവർ ഇടതുപക്ഷ ചാനലാണ്. ജയ് ഹിന്ദ് കോൺഗ്രസിൻ്റെ ചാനലാണ്. മീഡിയ വൺ അവർ ലീഗിൻ്റെ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ചാനലുകൾ നമുക്കറിയാം, അവർക്ക് ഒരു പക്ഷം പിടിച്ച് മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയൂ. പക്ഷേ അവർ പോലും ഇത്തരത്തിൽ വാർത്തകളെ വളച്ചൊടിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള സമൂഹം ചിന്തിക്കണം, ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർ ഇനി ഇവിടെ വേണോ? ഇവരുടെ ഈ ഒരു മാധ്യമം റിപ്പോർട്ടർ ചാനൽ അത് തുടങ്ങിയ സമയം മുതൽ അതിൻ്റെ ആദ്യത്തെ മാനേജ്മെൻ്റ് ആയിരുന്ന ഈ നികേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അതിലേക്ക് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെ വേണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് കേരള സമൂഹമാണ്. ഇത്രയധികം പെരും നുണകൾ പറഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ നമ്മുടെ ഇടയിൽ മാന്യന്മാരായി ജീവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ്.